സുഭാഷിതം. മീഖ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. അവർ യഹോവയോട് നിലവിളിക്കും, എന്നാൽ അവൻ അവർക്ക് ഉത്തരം അരുളുകയില്ല. അവർ ദുഷ്പ്രവൃത്തികളെ ചെയ്തതിനൊത്തവണ്ണം അവൻ ആ കാലത്ത് തന്റെ മുഖം അവർക്ക് മറയ്ക്കും. Then they will cry to the Lord, but he will not hear them. He will even hide his face from them at that time, because they have been evil in their deeds. മീഖയുടെ പുസ്തകം നാം പഠിക്കുമ്പോൾ അതിന്റെ ഉള്ളടക്കത്തെ 3 തിരിച്ചു പഠിക്കുവാൻ കഴിയും. 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ ന്യായവിധി പ്രവചനമാണ്. ഇസ്രയേലിന്റെ തലസ്ഥാനമായിരുന്ന ശമരിയുടെയും യഹൂദയുടെ തലസ്ഥാനമായിരുന്ന യെരുശലേമിന്റെയും ന്യായവിധി. 2 പട്ടണങ്ങളും അധർമ്മത്തിന്റെ പരിണിത ഫലമായിട്ടാണ് ശിക്ഷിക്കപ്പെടുന്നത്. ഈ 2 പട്ടണങ്ങളിലും അധിവസിച്ചിരുന്ന ജനത്തിന്മേലുള്ള ന്യായവിധിയാണ് 1-ഉം 2-ഉം അധ്യായങ്ങളിൽ എഴുതിയിരിക്കുന്നത്. പൊതുജനങ്ങളോടുള്ള ന്യായവിധി അറിയിച്ചതിന് ശേഷം 3-ാം അധ്യായത്തിൽ നേതാക്കന്മാരോടുള്ള ന്യായവിധി അറിയിക്കുന്നു. എന്തുകൊണ്ടാണ് അവർക്ക് ന്യായവിധി ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള കാരണങ്ങളും എണ്ണി പറഞ്ഞിരിക്കുന്നു. ന്യായം അറിയുന്നത് അവർക്ക് വിഹിതമായിരിക്കുന്നു. നന്മയെ വെറുക്കുകയും തിന്മയെ സ്നേഹിക്കുകയും ചെയ്യുന്നു. നരഭോജികളെ പോലെ അവർ പെരുമാറുന്നു. തുടർന്ന് ജനത്തെ തെറ്റിച്ചു കളയുന്ന കള്ളപ്രവാചകന്മാർക്കുള്ള ന്യായവിധി. സമ്മാനം വാങ്ങി ന്യായം വിധിക്കുന്ന തലവന്മാർ, കൂലി വാങ്ങി ഉപദേശിക്കുന്ന പുരോഹിതന്മാർ. എന്നിട്ടും അവർ യഹോവയെ ചാരി, യഹോവ നമ്മുടെ ഇടയിലില്ലയോ, അനർത്ഥം നമുക്ക് വരികയില്ല എന്ന് പറയുന്നു. അങ്ങനെയുള്ളവരെ നോക്കിക്കൊണ്ടാണ് മീഖ പ്രവചിച്ചത്. അന്നവർ യഹോവയുടെ നിലവിളിക്കും, എന്നാൽ അവൻ അവർക്ക് ഉത്തരമരുളുകയില്ല. അവർ ചെയ്ത ദുഷ്പ്രവൃത്തിക്ക് ഒത്തവണ്ണം ദൈവത്തിന്റെ മുഖം മറച്ചു കളയും. യഹൂദാജനത്തിന്റെ അവസ്ഥകൾ മാത്രമല്ല, ഈ കാലത്ത് നടകൊള്ളുന്ന ജനങ്ങളുടെയും നേതാക്കന്മാരുടെയും ശുശ്രൂഷകരുടെയും ഒക്കെ നിലപാടാണ് മീഖ ആത്മനിറവിൽ പ്രവചിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും ദൈവം കേൾക്കാത്തതെന്ന് പലപ്പോഴും നാം ചിന്തിക്കാറില്ലേ? യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നു. നാം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു, ഞാൻ ഇന്നും പാപത്തിൽ ജീവിക്കുന്നുവോ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ നമുക്കൊരേ ഒരു മാർഗമേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. യേശു കർത്താവിൽ വിശ്വസിച്ച് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് ദൈവഭക്തർ. അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. സദൃശവാക്യങ്ങൾ 21-13 ശലോമോൻ പറഞ്ഞിരിക്കുന്നു, എളിയവന്റെ നിലവിളിക്ക് ചെവി പൊത്തിക്കളയുന്നവൻ താനും വിളിച്ചപേക്ഷിക്കും, ഉത്തരം ലഭിക്കയില്ല. 28-9 പറഞ്ഞിരിക്കുന്നത്, ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവന്റെ പ്രാർത്ഥന തന്നെയും വെറുപ്പാകുന്നു. സങ്കീർത്തനം 66-18 എഴുതിയിരിക്കുന്നത്, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു. മത്തായി 6-14 കർത്താവ് പറഞ്ഞത്, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. പാവങ്ങളെ ഏറ്റുപറഞ്ഞ് വിശ്വാസത്തോടും ശ്രദ്ധയോടും പ്രാർത്ഥിക്കണമെന്ന് യാക്കോബ് പറഞ്ഞിരിക്കുന്നു. 1 യോഹന്നാൻ 5-14 എഴുതിയിരിക്കുന്നത്, അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. ആകയാൽ ദൈവത്തിന്റെ വചനത്തിനനുസരണമായി നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവത്തോട് അപേക്ഷിക്കാം. God bless you all with these words.